in your midst with the word of God. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. God blesses that the word of God which we are hearing and meditating, it will be a deliverance and blessing in our life. അല്ലെങ്കിൽ ഇന്നത്തെ വചന കേൾവി എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. Once we hear the word of God, it will be a blessing for every one of us. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:9, 10, 11 വാക്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. Book of Philippians chapter 3 verse 9, 10 and 11. And be bound in him, not having mine own righteousness, which is of the law, but that which is through the faith of Christ, the righteousness which is of God by faith, that I may know him and the power of his resurrection and the fellowship of his sufferings, being made conformable unto his death, if by any means I might attain unto the resurrection of the dead. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുക. ആമേൻ. പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീതി തന്നെ ലഭിച്ചു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. Paul is writing to Philippians that be bound in him, not having mine own righteousness which is of the law, but that which is through the faith of Christ, the righteousness which is of God by faith. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അവന്റെ ഹല്ലേലൂയ അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവം കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മരിച്ചിട്ട് നിന്നുള്ള പ്രധാനത്തിന് ഹല്ലേലൂയ പ്രാപിക്കണമെന്ന് വെച്ച് ഹല്ലേലൂയ സ്തോത്രം അവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഓടുകയാണ്. അവന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എല്ലാം ഉപേക്ഷിച്ച് അവൻ ചപ്പും ചവറും എണ്ണി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവൻ നിൽക്കുകയാണ്. See, Paul forsook everything. He counted everything, whatever gain into his life, he counted it all as dung and trash, and that I may know him and the power of his resurrection and the fellowship of his sufferings, being made conformable unto his death, if by any means I might attain unto the resurrection of the dead. ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകർ ഇന്ന് ക്രൂശിന്റെ ശത്രുക്കളായി തീർന്നുകൊണ്ടിരിക്കുന്നു. Once you look around in the world, there are a lot of people, they are enemies to the cross of Christ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പൈശാചായൻ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. Enemy is working with his full strength to take people away from the faith of Jesus Christ. പൗലോസ് പറയുന്നത് ലജ്ജയായതിൽ അവർക്ക് അഭിമാനം തോന്നുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Paul says that they take honor in whatever shameful thing. ആമേൻ. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. They think about things of earth. ആമേൻ. അവരുടെ അവസാന നാശം എന്ന് വചനം പറയുന്നു. Verse 19, 3:19, who sent this destruction, whose God is their belly, and whose glory is in their shame, who mind earthly things. പൗലോസ് പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. For our conversation is in heaven, from whence also we look for the Savior, the Lord Jesus Christ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മളെല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഉയരത്തിലുള്ളത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. So we have to think about things which are above, where Christ sitteth on the right hand of the Father. ഹല്ലേലൂയ. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ രക്ഷിതാവായി വീണ് കടന്നു വരും. Jesus Christ will come hallelujah from heaven, who shall change your white body, that it may be fashioned like unto his glorious body, according to the working whereby he is able even to subdue all things unto himself. ആമേൻ. ഫിലിപ്പിയർ 3:21 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ സാക്ഷിയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. That's what we read, Philippians 3:21, who shall change a vile body, that it may be fashioned like unto his glorious body, according to the working whereby he is able even to subdue all things unto himself. ആമേൻ. ഹല്ലേലൂയ. ഈ താഴ്ചയുള്ള ശരീരത്തിന്റെ രൂപാന്തരം പ്രാപിക്കുന്ന കർത്താവിന്റെ വരങ്ങൾ മാത്രമാണ്. Only at the coming of Jesus Christ, our vile body will be transformed into his glorious body. ആമേൻ. ഹീബ്രു 3:1 ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. Hebrews 3 verse 1. For holy brethren, partakers of the heavenly calling, consider the apostle and high priest of our profession, Christ Jesus. ഹല്ലേലൂയ. പറഞ്ഞ വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്നാണ് അവിടെ പറഞ്ഞത്. That's Hebrews chapter 3 verse 1 says, "Therefore, holy brethren, partakers of the heavenly calling, consider the apostle and high priest of our profession, Christ Jesus." അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വെറുതെ നോക്കുന്നതും ശ്രദ്ധിച്ചു നോക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. There is a difference between if you stare at somebody or just looking somebody. നമ്മൾ ഒരാളെ ശ്രദ്ധിച്ചു നോക്കിയാൽ പലപ്പോഴും ആളുടെ ശാരീരികമായ ബലഹീനങ്ങളോ ഗുണങ്ങളോ ദോഷങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലാകും. If you pay attention to that person and you look at him closely, you will see the weakness of that person.
ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ അധികം ഇടപെട്ടിട്ടില്ലാത്ത ആളാണെങ്കിൽ ഹല്ലേലൂയ സ്വത്രം ആളിന്റെ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുകയില്ല. If you don't know a person and you just glance at him and you don't understand the weakness or anything about that person, ഹല്ലേലൂയ നമുക്ക് പ്രകടമായിട്ടുള്ള ചില ഹല്ലേലൂയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഒരാളുടെ ഹല്ലേലൂയ അകവും പുറവും ശരിയാക്കി മനസ്സിലാക്കണമെങ്കിൽ ആളുമായിട്ട് അടുത്തിടപഴകിയാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. you are able to understand his inner side and the real character only if you come close and you deal with him very closely. ഹല്ലേലൂയ സ്വത്രം അടുത്തിടപെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ സ്വത്രം ആമേൻ. നേരത്തെ നമുക്ക് ഹല്ലേലൂയ ആത്മീയരെന്ന് തോന്നിയവർ ഹല്ലേലൂയ നമ്മളെ സ്നേഹിക്കുന്നു തോന്നിയ പലരും ഹല്ലേലൂയ സ്വത്രം അവരുടെ രീതി ഹല്ലേലൂയ സ്വത്രം ജീവിത രീതി ഒന്നും ആ പെരുമാറ്റം ഒന്നും ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ അത്ര ശരിയല്ലെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. Once you talk to them and deal with them very closely, you will understand that he or she is a different person from what you think at first. ആമേൻ. കൂടെ ഇടപെടുമ്പോൾ ആളുടെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Once you come to him so closely, you will understand the real picture of that person. ആമേൻ. ഹല്ലേലൂയ. കാരണം നാം കൂടുതൽ കാണുന്ന ആളുടെ ഭാവന പ്രകടനങ്ങളും അഭിനയങ്ങളുമാണ് കാണുന്നത്. And first impression you see their pretension and what they do to impress other people. ആളുടെ ഉള്ളിലുള്ള നമുക്ക് കാണാൻ കഴിയുകയില്ല. You cannot see what is inside of the person. നല്ല അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശുദ്ധ സഹോദരന്മാരെ സ്വർഗ്ഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ മഹാപുരുഷനായ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. And this verse Hebrews chapter 3 says, wherefore holy brethren, partakers of the heavenly calling, consider the apostle and high priest of a profession, Christ Jesus. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ സ്നേഹം കൂടും. Once you look very closely at Jesus Christ, the love of Christ will increase in you. ആമേൻ. ദൈവത്തോട് അടുക്കും തോറും ഹല്ലേലൂയ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൂടും. You will the honor and love towards Jesus Christ will be getting more and more or getting increasing as you come close to Jesus. ആമേൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ഹല്ലേലൂയ സ്വന്തം എബ്രായരോട് ക്രിസ്ത്യാനികളോട് പൗലോസ് പറയുന്നതിന് ഹല്ലേലൂയ ഒരു കാരണമുണ്ട്. There is a reason Paul is telling the people in Hebrews, hallelujah, to go and to consider Jesus Christ the high priest of our profession. There's a reason. ആമേൻ. എബ്രായ ക്രിസ്ത്യാനികളെ യഹൂദമതം വിട്ട് യേശുവിനെ ഹല്ലേലൂയ പിൻപറ്റിയവരാണ്. The Hebrew Christians, they left their Jewish religion and they came to know Jesus Christ. അവരുടെ യഹൂദ പാരമ്പര്യ ആചാരങ്ങൾ ഉത്സവങ്ങൾ ആഘോഷങ്ങളും ഒക്കെ വിട്ട് ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക് വന്നവരാണ്. These Hebrew Christians, they left their traditions, they left their celebrations, they left everything they were doing, the rituals, and now they're following Jesus Christ. ആമേൻ. അവർ വലിയ കഷ്ടങ്ങളിലും നിന്ദകളിലും പരിഹാസത്തിലും കൂടി കടന്നു പോകാൻ ഇടയായി. Yes, they went through all kinds of sufferings and reproaches and shameful things and everything. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ കഷ്ടത്തിൽ ഹല്ലേലൂയ കടന്നുപോയി. They went through a lot of sufferings because of the name of Jesus. ആമേൻ. സമൂഹത്തിലൊക്കെ അവർ ഒറ്റപ്പെടുവാനിടയായി തീർന്നു. വേദനകളും പരിഹാസങ്ങളും ഒക്കെ അവർ സഹിച്ചു. They were isolated and rejected in the community and they went through they endured a lot of sufferings because of the name of Jesus. ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ പലരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തീയ വിഭാഗത്തിൽ ആമേൻ ക്രിസ്തുവിനെ അംഗീകരിച്ച ഹല്ലേലൂയ ഉള്ളത്തിൽ മടുപ്പ് തോന്നുവാൻ ഇടയായി തീർന്നു. Once they were walking like that, many people became faint-hearted in their walk with Christ. ആമേൻ. ചിലരൊക്കെ ചിന്തിച്ചു ഹല്ലേലൂയ നമ്മൾ വീണ്ടും മടങ്ങി പോവുകയാണെങ്കിൽ ഹല്ലേലൂയ ഇതുപോലുള്ള പ്രശ്നങ്ങളും ഹല്ലേലൂയ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ള ചിന്ത ചിലരെ ഭരിക്കാൻ ഇടയായി. Many people had a backsliding thoughts in their heart. If we go back, we don't have to go through this kind of suffering. ആമേൻ. ഇത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ അവരോട് ഹല്ലേലൂയ പറയുകയാണ്, ക്രിസ്ത്യാനികളോട് നിങ്ങൾ പിന്മാറി പോകരുത്, യേശുവിനെ വിട്ടു പോകരുത് ഹല്ലേലൂയ എന്നാണ് അവരോട് പറയുന്നത്. So hallelujah, Paul is talking to the Hebrew Christians. You better not leave Jesus Christ. You just be with him. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയ ഒഴിയും എന്നാണ് ഹല്ലേലൂയ അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. And Paul says, hallelujah, if you how shall we escape? That's chapter 2 verse 3. How shall we escape if we neglect so great salvation, which at the first began to be spoken by the Lord and was confirmed unto us by them that heard him? ആമേൻ. നിങ്ങൾ പിന്മാറി പോകുന്നതിന് മുമ്പായി ഹല്ലേലൂയ നിങ്ങൾ പിൻപറ്റിയ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുവാനാണ് അപ്പോസ്തലൻ പൗലോസോട് പറയുന്നത്. And Apostle Paul says that you consider him very closely before you decide to backslide. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഹല്ലേലൂയ നിങ്ങൾ പിൻപറ്റിയ യേശു ക്രിസ്തു ഹല്ലേലൂയ പഴയ നിയമത്തിലെ പുരോഹിതന്മാരോ പോലെയോ ഹല്ലേലൂയ പ്രവാചകന്മാരെ പോലെ ഒരു വ്യക്തിയെ പോലെയല്ല. യേശുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും യേശുവിനെ വിട്ട് പിന്മാറി പോകുകയില്ല. Then Paul says that yes, if you consider him very closely, if you look at him very closely, and you will know, hallelujah, he is higher than the prophets in the Old Testament, he is higher than the priests in the Old Testament, and you will never be able to leave him behind and you cannot backslide. ഹല്ലേലൂയ. കാരണം യേശുവിനെ പോലെ ഹല്ലേലൂയ പകരം വെക്കുവാൻ ഹല്ലേലൂയ വേറൊരു
ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ ഇല്ല. There is no one in this world equal to Jesus. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഹല്ലേലൂയ യേശുവിനെ ഉള്ള സ്നേഹം നമ്മൾ വർദ്ധിക്കുവാനൊക്കെ ഇടയായി. If you consider him very closely, if you look at Jesus Christ very closely, you will become a loving person. ആമേൻ. ഈ യേശു നിസ്തുല്യനാണ്. And Jesus Christ is uncomparable with anybody. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ മറ്റുള്ളവരിൽ നിന്നുള്ള ഹല്ലേലൂയ ആമേൻ വ്യത്യസ്തമായ ഘടകങ്ങൾ ഹല്ലേലൂയ പലതാണ് ഹല്ലേലൂയ തിരുവചനത്തിൽ നാം പഠിക്കുന്നത്. From the word of God we can see a lot of differences that Jesus has from other people. ആമേൻ. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി It തീരും. may be profitable for us to meditate on those things which are different, make Jesus Christ different from other people. ആമേൻ. യേശു ഒരു സൃഷ്ടിയല്ല. ആമേൻ. യേശുക്രിസ്തു സകലത്തിന്റെയും സൃഷ്ടാവാണ്. Jesus Christ is not a creation, but he's a creator of everything. ആമേൻ. ഹീബ്രു 1:2 പറയുന്നുണ്ട്, അവൻ സകലതും അവൻ മുഖാന്തരമുള്ളതായി യാദൃശ്യമായിട്ട് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയല്ല യേശുക്രിസ്തു. Hebrews chapter 1 verse 2 says, as in these last days spoken unto us by his Son, whom he has appointed thereof heir of all things, by whom also he made the worlds. ആമേൻ. നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് യാദൃശ്യമായി വന്നതാണ്. We all came to this world accidentally. കുറച്ചു നാൾ ഇവിടെ ജീവിച്ചു, ഇവിടെ നിന്ന് പോകുന്നു. For a while we will be here and we will leave after a while. ആമേൻ. യേശുക്രിസ്തു അങ്ങനെയല്ല. Jesus is not like that. അവൻ മുഖാന്തരം ലോകത്തുള്ള സകലയും സൃഷ്ടികളെയും ഹല്ലേലൂയ സകലത്തിനും കാരണഭൂതനായ ദൈവമാണ് ഹല്ലേലൂയ നമ്മുടെ യേശുക്രിസ്തു. Jesus Christ is the fullness of God in bodily form. Hallelujah. And he is the creator of everything. ആമേൻ. 1 യോഹന്നാൻ 1 മുതൽ 3 വരെ വായിക്കാം. First John chapter 1 verse 1 to 3. That which was from the beginning, which we have heard, which we have seen with our eyes, which we have looked upon, and our hands have handled of the word of life. For the life was manifested, and we have seen it, and bear witness, and show unto you that eternal life which was with the Father, and was manifested unto us. That which we have seen and heard declare we unto you, that you also may have fellowship with us. And truly our fellowship is with the Father and with His Son Jesus Christ. ആമേൻ. യേശുക്രിസ്തുവിന്റെ ദൈവത്തെ പറ്റിയും പിതാവും പുത്രനുമായുള്ള കൂട്ടായ്മയെ പറ്റിയും നമ്മളുമായിട്ടുള്ള കൂട്ടായ്മയെ പറ്റിയൊക്കെ വ്യക്തമായി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തുടർന്നുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. And the coming verses it is written how Jesus has fellowship with the Father, how He is fellowship with us, and how Jesus Christ was in this world, and everything is written there. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ഹല്ലേലൂയ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായെന്ന് വചനം പറയുന്നു. And we can see in John's Gospel chapter 1:1, and in the beginning there was word, and word was with God, and word was God. ആമേൻ. ഉളവായതൊന്നും അവനെ കൂടെ ഉളവായതല്ല. There's nothing created without Him. ലോകം അവൻ മുഖാന്തരം ഉളവായി. The world was created by Him. ആമേൻ. എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല. But the world did not recognize Him. ആമേൻ. ഹല്ലേലൂയ. നമ്മെ സൃഷ്ടിച്ച ദൈവം സകലത്തിന്റെ സൃഷ്ടാവായ ദൈവമാണ്. Our creator, He is the creator of everything. അവൻ സകലത്തെയും തന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുകയാണ്. He carries everything in His palms. ആമേൻ. ഹല്ലേലൂയ. അവനെ സകലത്തെയും ഹല്ലേലൂയ അവനാണ് നിയന്ത്രിക്കുന്നവൻ. He is controlling everything. ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തു ജനനത്തെ പറ്റി നാം മനസ്സിലാക്കുന്നത് അവന്റെ ഹല്ലേലൂയ യാദൃച്ഛികമായി ഭൂമിയിലേക്ക് അവതരിച്ചതല്ല. And once we read about His hallelujah birth of Jesus Christ in this world, He's not an accident. ആമേൻ. കന്യക ഹല്ലേലൂയ ഗർഭം ധരിച്ച് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചതാണ് യേശുക്രിസ്തു. And Jesus Christ is the son of the Virgin, and she hallelujah became pregnant, and the Holy Spirit came upon her, and the power of the Most High shall overshadow over her, and the holy thing which came out of her is called Son of God. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം എവിടെ ജനിക്കുമെന്നും ഹല്ലേലൂയ സ്തോത്രം എങ്ങനെ ജനിക്കുമെന്നും ഒക്കെ വ്യക്തമായി പ്രവാചകന്മാർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു. Centuries before the birth of Jesus Christ, the prophets prophesied about the birth of Jesus Christ, where He is going to be born and how He is going to be born. ആമേൻ. ഐസയ്യ ഹല്ലേലൂയ പ്രവചനത്തിലെ 7:14 വാക്യത്തിൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്നുണ്ട്. Isaiah chapter 7 verse 14 says, the virgin shall bring forth a son, and his name shall be called Emmanuel. ആമേൻ. മീഖാ പ്രവചനത്തിൽ 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന് ഒരു അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും.
And book of Micah, it is written that hallelujah, Bethlehem Ephrath, even though you are the smallest among all the Jewish nations, hallelujah, the one who is going to rule the world will come out of you. ആമേൻ. ബേത്ലഹേമിൽ ജനിക്കുന്നു, സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നു ഒക്കെയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പ്രവചനം പ്രവചിച്ചിരുന്നു. The prophets prophesied that Jesus Christ will be born from the virgin and he will be born in Bethlehem. ആമേൻ. യേശുക്രിസ്തുവിന്റെ വംശാവലിയെ പറ്റി മത്തായിയുടെ സുവിശേഷം 1-1 മുതൽ 10 വരെ നാം വായിക്കുന്നുണ്ട്. We read about the genealogy of Jesus Christ in book of Matthew chapter 1 verse 1-10. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ എഴുതുന്നുണ്ട് ഹല്ലേലൂയ അധ്യായത്തിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇങ്ങനെ വംശാവലി നമുക്ക് കാണാം. And we can see the genealogy of Jesus Christ, that Abraham begot Isaac and Isaac begot Jacob and Jacob begot Judas and his brethren. ഇശ്ശായി ദാവീദിനെ ജനിപ്പിച്ചു. അവിടെ എല്ലാം ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. It says that Jesse begot David and all these places it says that the father begot the son. ആമേൻ. 16-ാം വാക്യത്തിൽ പറയുന്നു യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. And in chapter 1, Matthew chapter 1 verse 16, that Jacob begot Joseph, the husband of Mary, and of whom was born Jesus, who is called Jesus Christ. അവിടെ അടുത്തെഴുതിയിരിക്കുന്ന അവളിൽ നിന്നും ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Yes, it is written that when Jesus Christ came, and it doesn't say begot, but it says Jesus was born. Jesus, who is called Christ. ആമേൻ. എഴുതി വന്ന രീതി അനുസരിച്ച് ഹല്ലേലൂയ ആമേൻ അവിടെ എഴുതേണ്ട ജോസഫ് ആരെ ജനിപ്പിച്ചു എന്നായിരുന്നു. And we should read according to the way it was written, we could have seen Joseph begot Jesus, but it is not like that. It's written like the Joseph, the husband of Mary, of whom was born Jesus, who is called Christ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്വതന്ത്രം ഇങ്ങനെ ഒരു ചരിത്രത്തിലും ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. There is no one in the history is written like that. ആമേൻ. നമ്മൾ പഴയ നിയമത്തിൽ ആമേൻ ഉൽപ്പത്തിയിൽ നോക്കുകയാണെങ്കിൽ ഏദൻ തോട്ടത്തിൽ യഹോവ ദൈവം പറഞ്ഞതാണ് സ്ത്രീയുടെ സന്തതി എന്ന്. And in the book of Genesis is written about Jesus Christ, the seed of the woman. ആമേൻ. എല്ലാവരും ഹല്ലേലൂയ അറിയപ്പെടുന്ന ഹല്ലേലൂയ സ്വതന്ത്രം ഹല്ലേലൂയ പുരുഷന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. Everybody is every man in this world or every person in this world is known after the name of their father. ആമേൻ. എന്നാൽ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു. കന്യക ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചതാണ് യേശുക്രിസ്തു. But Jesus Christ is from the virgin birth and he is the seed of the woman. ആമേൻ. സൃഷ്ടാവാദ്യ മനുഷ്യനായിട്ടാണ് ഇവിടെ ജനിച്ചത്. Jesus Christ is born, and even though he is the creator, he is born as a human in this world. ആമേൻ. വചനം ജഡമായി തന്ന കൃപയും സത്യം നിറഞ്ഞവനായി പാർത്തതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Jesus Christ, the word became flesh, and Jesus Christ is that word who became flesh, and he lived among us. ഹല്ലേലൂയ. സ്വതന്ത്രം 2 ലൂക്കോസ് 2:11 വായിക്കുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. Luke chapter 2 it says Jesus Christ as the son of David is born in the Bethlehem as the savior. യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് ഉയർത്തുന്ന കേട്ട ശബ്ദമാണ് ദാവീദിന്റെ പട്ടണത്തിൽ സ്വതന്ത്ര രക്ഷിതാവ് ജനിച്ചിരിക്കുന്നതെന്ന്. This is the voice heard while Jesus Christ was born, that Jesus Christ, who is the savior of the world, he has born in the city of David, in Bethlehem. ആമേൻ. യേശുക്രിസ്തു ജനിച്ചത് വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ നമ്മൾക്കായി വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. Once he make it personally, once you come into the relationship personally, is for each and every one of us, Jesus Christ born in this planet. ആമേൻ. യേശുക്രിസ്തുവിന്റെ മരണപുനരുദ്ധാനങ്ങളെ കുറിച്ച് 1 കൊരിന്ത്യർ 15:3-4 വായിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മൾക്ക് സ്തോത്രം പാപങ്ങൾക്ക് അവനുവേണ്ടി തിരുവഴുത്തലിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു, തിരുത്തലിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ പറ്റി ഉയർത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തലിൻ പ്രകാരം അവൻ മരിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And in 1 Corinthians chapter 15 we can say that according to the writings Jesus Christ was born and he lived in this planet and he died according to the prophets. നമ്മൾക്ക് വേണ്ടി യേശുക്രിസ്തു ജനിച്ചു, നമ്മൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു. Jesus Christ lived born for us, he lived for us and he died for us. ആമേൻ. ഉയർത്തെഴുന്നേറ്റത് നമ്മൾക്ക് വേണ്ടി. He resurrected for us also. സ്വതന്ത്രം ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ വലതുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Now Jesus is sitting at the right hand of the Father and he is interceding for you and me. സ്വതന്ത്രം യോഹന്നാന്റെ സുവിശേഷം 16:7 പറയുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറയാണ് ഞാൻ പോകുന്നു, നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. John's Gospel chapter 16 verse 7 says that it is profitable for you that I am leaving, unless I leave, the comforter will not come to you.
ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുമെന്നാണ് യേശുക്രിസ്തുവോട് But പറഞ്ഞത്. if I depart, I will send him unto you. ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മരണോത്ഥാനങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി പോകുന്ന ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ സ്തോത്രം ശിഷ്യന്മാരോട് പറയും ഞാൻ പോകുന്ന പ്രയോജനം ഉണ്ടാകുക നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുക എന്നാണ് And പറഞ്ഞിരിക്കുന്നത്. Jesus Christ is telling to the disciples that nevertheless I tell you the truth, it is expedient for you that I go away. For if I go not away, the Comforter will not come unto you. But if I depart, I will send the Comforter to you. ആമേൻ. യേശുക്രിസ്തു ജനിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്ക് പോയതും എല്ലാം ഹല്ലേലൂയ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. And Jesus Christ, his birth, his life, and his death, and his resurrection, and his ascension, and everything is for you and me. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തു ഹല്ലേലൂയ പിതാവിന്റെ വലത്തുഭാഗത്തിൽ നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം And this Jesus ചെയ്യുന്നു. Christ is sitting at the right hand of the Father, and he is interceding for you and me. ആമേൻ. 1 ജോൺ 2 ഹല്ലേലൂയ 1-2 വായിക്കാം. 1 John 2. 1 and 2. My little children, these things I write unto you that you sin not. And if any man sin, we have an advocate with the Father, Jesus Christ the righteous. And he is the propitiation for your sins, and not for yours only, not for ours only, but also for the sins of the whole world. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പറയുകയാണ് ഹല്ലേലൂയ ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ നമ്മൾക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾ പ്രായശ്ചിത്തമാകുന്നു എന്ന് And പറഞ്ഞിരിക്കുന്നു. if any man sin, we have an advocate with the Father, Jesus Christ the righteous. ആമേൻ. റോമർ 8:34 പറയുന്നുണ്ട് യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നു. Romans 8:34 says Jesus Christ sitting at the right hand of the Father, and he is making intercession for you and me. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. 14 ജോൺ യോഹന്നാന്റെ സുവിശേഷം 14:2-3 പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റി പറയുന്നുണ്ട്. And in John's Gospel chapter 14 verse 1 and 2 it is written there about the coming of Jesus Christ. ആമേൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. He says, in my Father's house are many mansions. If it were not so, I would have told you, I go to prepare a place for you. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്ഥലം ഒരുക്കുവാൻ പോകുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നമ്മളെ അവന്റെ അടുക്കൽ ചേർക്കുമെന്നാണ് He പറഞ്ഞത്. says, hallelujah, I go to prepare a place for you, and if I go and prepare a place for you, I will come again and receive you unto myself, that where I am, there you also will be. അവൻ ഹല്ലേലൂയ ഇതുവരെ ചെയ്തതെല്ലാം നമ്മൾ ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടിയാണ്. Whatever Jesus has done, it is for you and me. ഇനി ചെയ്യാൻ പോകുന്നതെല്ലാം നമുക്ക് വേണ്ടിയാണ്. Whatever Jesus is going to do, it's for you and me. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യേശുവിനെ സ്നേഹിക്കാൻ ഹല്ലേലൂയ യേശുവിനെ ബഹുമാനിക്കാൻ ഏറ്റവും പ്രേരകമായ കാര്യങ്ങളാണ് നമ്മൾ മുൻപിൽ ചിന്തിച്ചത്. Whatever we are meditated on, it is the things, hallelujah, to love Jesus Christ. ഹല്ലേലൂയ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ചെയ്തെല്ലാം ഓർക്കുമ്പോൾ യേശുവിനോടുള്ള സ്നേഹം ഹല്ലേലൂയ വർദ്ധിച്ചു വരികയാണ്. My love towards Jesus Christ will be increasing once I think about whatever Jesus has done in my life. ആമേൻ. ഇത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കും യേശുവിനെ വിട്ട് പിന്മാറി പോകാൻ ഒരിക്കലും And കഴിയുകയില്ല. nobody can leave Jesus Christ if you tasted and see, hallelujah, what Jesus has done in your life. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അനേകർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാമേൻ ദൈവത്തെ വേണ്ട പോലെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അകലം വിട്ട് ഹല്ലേലൂയ അവർ നിൽക്കുന്നത്. People keep a distance from Jesus Christ because they don't understand Jesus the way we should understand him. ഹല്ലേലൂയ യേശുവിനെ ഹല്ലേലൂയ അറിഞ്ഞവർ ഹല്ലേലൂയ യേശുവിനെ സ്നേഹിക്കുന്നവർ ഹല്ലേലൂയ പലപ്പോഴും ചിന്തിക്കും കുറച്ചുകൂടെ നേരത്തെ നമുക്ക് ഹല്ലേലൂയ ഇങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. The people may think, oh, I wish I had, hallelujah, I had known Jesus hallelujah many years ago, hallelujah, because now they knew Jesus, now they, hallelujah, now came into the love of Jesus Christ. That's what they say, oh, I wasted all my years without knowing Jesus. ആമേൻ. ന്യായപ്രമാണത്തിനോ പുരോഹിതന്മാർക്കോ പഴയ നിയമ പ്രവാചകന്മാർക്കോ ഒന്നും കഴിയാതിരുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി അവൻ ക്രൂശിലൂടെ അത് നിർവഹിക്കാൻ Jesus Christ fulfilled the, hallelujah, the atonement by the redemption of our sins, hallelujah, which is not the Old Testament prophets or the priests, they could not, hallelujah, solve the sins of the people. But Jesus Christ, he became the propitiation, hallelujah, for the complete redemption of the sins of the mankind. പത്രോസിന്റെ ലേഖനം 3:18 നമുക്ക് വായിക്കാം. 3:18 of 1 Peter. Christ also hath once suffered for sin, the just for the unjust, that he might bring us to God, being put to death in the flesh, but quickened by the Spirit. ആമേൻ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി നീതിമാനായ നീതികെട്ടവർക്ക് വേണ്ടി അവൻ ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. But for Christ also has once suffered for sins,
the just for the unjust, that he might bring us to God, being put to death in the flesh, but quicken us by the Spirit. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്തു. Jesus Christ has done lot of miracles while he was on this planet. ആമേൻ. ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയതാണ്. The first miracle was he turned the water into wine at the wedding of Cana. ആമേൻ. അതിനുവേണ്ടി യേശു വലിയ കഷ്ടപ്പെട്ട് അനുഭവിച്ചില്ല. It was not a difficult miracle. കുരുടന്മാർക്ക് യേശു കാഴ്ച കൊടുത്തു. Jesus, hallelujah, made the blind man see. അതിന് ഒരു കഷ്ടപ്പാട് യേശുവിനുണ്ടായില്ല. And he did not have to go through any suffering. ആമേൻ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുവാൻ വേണ്ടി യേശു കഷ്ടപ്പെട്ടില്ല. Jesus fed thousands of people with the 5 loaves and 2 fishes, and he didn't have to go through any kind of suffering for this. എന്നാൽ പത്രോസ് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, യേശു ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അത് ഹല്ലേലൂയ നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാണ്. But Peter is written in his epistle that in chapter 3:18, for Christ also has once suffered for sins, the just for the unjust, that he might bring us to God, being put to death in the flesh, but quickened by the Spirit. Even though he didn't have to go through any sufferings once for any kind of miracles, but he suffered, hallelujah, to bring us to heaven, hallelujah, on the Calvary cross. ആമേൻ. അത് സാധാരണ കഷ്ടമായിരുന്നില്ല. It's not an ordinary suffering. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തം വിയർപ്പുള്ളിയായത്തക്ക രീതിയിൽ യേശുവോട് നിലവിളിക്കുന്നതായിട്ട് കാണാം. Jesus Christ is crying in the garden of Gethsemane, hallelujah, once his sweat, hallelujah, became blood through his sweat pores. ആമേൻ. യേശു ക്രിസ്തു പൊട്ടിക്കരഞ്ഞ അനേക അവസരങ്ങളുണ്ട്. There are a lot of situations Jesus Christ was crying out of his heart. ആമേൻ. കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ ഇടയായിരുന്നു. Jesus cried on the cross saying, I am thirsty. ആമേൻ. ഹല്ലേലൂയ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞ് അനേക ഹല്ലേലൂയ കരയുവാൻ ഇടയായിരുന്നു. And Jesus Christ, hallelujah, cried louder, Eli lama sabachthani, my Father, why have you forsaken me? ആമേൻ. ഈ കഷ്ടം സഹിച്ചതെല്ലാം നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാണ്. All this suffering Jesus went through, it is just to bring us closer to the Father. ആമേൻ. എന്നാൽ ഇന്നാർക്കും ദൈവത്തോട് അടുക്കുന്നതിലുപരി അത്ഭുതങ്ങൾ കാണുവാൻ ആമേൻ ജനം ഓടുകയാണ്. And nowadays people are running after miracles more than they coming closer to Jesus. ആമേൻ. യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് കാൽവരി രക്തം എന്റെ പാപത്തിന് സ്തോത്രം എന്റെ പാപത്തിന്റെ രക്തക്കറ കഴുകിക്കളയാൻ ഇടയായി. Jesus Christ, hallelujah, died on the Calvary cross. He shed his every drop of blood, hallelujah, to wash my sins and wash the sin stains which is in my life. ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഒരിക്കലും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. Jesus was blameless. He never have done any mistakes. ആമേൻ. യേശു ക്രിസ്തുവിനെ പറ്റി പത്രോസ് പറയുന്നുണ്ട്, അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല. Peter says he never have done any sins. ഒരു വഞ്ചന ഉണ്ടായിരുന്നില്ല. And there was no blemish in his mouth. യേശു പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനെ പാപമാക്കിയതാണ്. And Paul, it is written in Corinthians, it says that the one who does not know sin, he became sin, hallelujah, to save sinners like you and me, hallelujah, from the hellfire. ആമേൻ. ഹീബ്രു 28 പറയുന്നുണ്ട്, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. And 9:28 of Hebrews, it says that Jesus Christ once became the ultimate sacrifice for you and me, so we can go to heaven. ആമേൻ. തനിക്കായി നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും രണ്ടാമതും പ്രത്യക്ഷനാകും. And Jesus Christ come again, hallelujah, for those who are waiting for him, hallelujah, without any blemish. ആമേൻ. 1 രാജാക്കന്മാർ 4:29 ഹല്ലേലൂയ സ്തോത്രം 34 വരെ വായിക്കാം. 1 Kings 4:29-34. ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിലെ ശലോമോന്റെ കാര്യമാണ് ഹല്ലേലൂയ ഇവിടെ വിവരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. And God gave Solomon wisdom and understanding exceeding much, and the largeness of heart, even as the sand that is on the seashore. And Solomon's wisdom excelled the kingdom of all the wisdom of all the children of the east country and all the wisdom of Egypt. For he was wiser than all men, than even the Israel and Heman and Chalcol and Dada, the sons of Machol, and his fame was in all nations around him. And there came of all people to hear the wisdom of Solomon from all kings of the earth, which had heard of his wisdom. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കഴിഞ്ഞാൽ ശലോമോൻ ഗിബെയയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹോമയാഗം കഴിച്ച ശേഷം ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തു ദൈവപിതാവായ ദൈവത്തോടെ ഹല്ലേലൂയ ആമേൻ ശലോമോൻ പ്രത്യക്ഷപ്പെടുകയാണ്.
And it's written here that Solomon, after he offered the sacrifice, the father appeared unto Solomon. ആമേൻ. അവിടെ ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുകയാണ്, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊടുക്കാൻ. And God asked Solomon, ask me what I can do unto you. ആമേൻ. അപ്പോൾ ശലോമോൻ പറയുകയാണ്, ഈ ജനത്തെ ഭരിക്കുവാൻ ആവശ്യമായ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ജ്ഞാനം, ഹല്ലേലൂയ ആമേൻ, ഉയരത്തിലെ ജ്ഞാനവും വിവേകവും എനിക്ക് വേണമെന്ന് ചോദിച്ചു. Solomon said, I need understanding and the wisdom from above. അല്ലെങ്കിൽ ഇന്ന് അനേകരോട് അങ്ങനെ ദൈവം എന്ന് ചോദിക്കണം, അവർ പറയും നല്ല വീട് വേണം, നല്ല പണം വേണം, നല്ല ജോലി വേണം, ആലൊക്കെയാണ് അനേകർ പറയുന്നത്. And if God asks somebody else, or nowadays they will say I need a house and car and money and position and glory, glamour. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഇവന്റെ മറുപടിയിൽ ജ്ഞാനം, ജനത്തെ ഭരിക്കാൻ ആവശ്യമായ ജ്ഞാനം വിവേകവും എനിക്ക് വേണമെന്ന് ചോദിച്ചത് ദൈവത്തിന് വലിയ പ്രസാദമായിട്ട്. And God was so pleased with the answer of Solomon, because Solomon did not ask any riches, but he asked wisdom and understanding to rule the people of God. നമ്മുടെ അവിടെ കാണുന്നുണ്ട് ഹല്ലേലൂയ, ഉയരത്തിലെ സകല ജ്ഞാനത്താൽ ദൈവനെ നിറയ്ക്കാൻ തക്കവണ്ണം. And God filled Solomon with the knowledge, wisdom from above. ആമേൻ. അവൻ ചോദിക്കാത്ത സമ്പത്തും കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ ദൈവം കൊടുക്കാൻ തക്കവണ്ണം. And not only that, in addition to wisdom and understanding, God gave him the money, the riches and the glory. ആമേൻ. ദൈവം അവന് കൊടുത്ത ജ്ഞാനത്തിന്റെ വിവരമാണ് 1 രാജാക്കന്മാർ 4:29-34 വരെയുള്ള വാക്യങ്ങൾ. And it is written about the wisdom of Solomon, and which we read in 1 Kings chapter 4 verse 29-34. അന്ന് ഹല്ലേലൂയ കാലത്ത് ജീവിച്ചിരുന്ന പൂർവ്വനിവാസികളെക്കാളും ഹല്ലേലൂയ ജ്ഞാനിയായിരുന്നു ശലോമോൻ. Solomon was very wiser than any wise person lived till that time. ആമേൻ. ലെബാനോനിലെ ദേവദാരു എന്ന വലിയ മരത്തെക്കുറിച്ചുള്ള ഹല്ലേലൂയ സ്തോത്രം കുറിച്ചും ചുവരിൽ വളരുന്ന ഹിസോപ്പ് തണ്ടിനെക്കുറിച്ചുള്ള ജ്ഞാനം ഹല്ലേലൂയ അവനുണ്ടായിരുന്നു. And he spake of trees from the cedar tree that is in Lebanon, even unto the hyssop that springeth out of the wall. He spake also about the beast and of the fowl and of creeping things and of fishes. ആമേൻ. ഭൂമിയിലുള്ള സകല കാര്യങ്ങളെക്കാൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം എല്ലാത്തിനെ പറ്റിയും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അഭിപ്രായം പറയത്തക്ക ജ്ഞാനം ശലോമോനുണ്ടായിരുന്നു. Solomon had all kind of wisdom about everything which is on the planet. ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം, ആദാമിന് ശേഷം ഹല്ലേലൂയ ഇതുപോലെ ഒരു ജ്ഞാനി ഹല്ലേലൂയ ഉണ്ടായിട്ടില്ല എന്ന്. And it's written that hallelujah, there was no such a wise person lived after Adam. ആമേൻ. 1 Kings 4:32 വായിക്കാം. 1 Kings 4:32. And he spake 3,000 proverbs, and his songs were 1,005. ഹല്ലേലൂയ. ശലോമോൻ 3000 സദൃശവാക്യങ്ങളും 1005 ഗീതങ്ങളും പറഞ്ഞിരുന്നു. And he spake 3,000 proverbs, and his songs were 1,005. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ ഹല്ലേലൂയ ഏകദേശം 1/3 സങ്കീർത്തനത്തിലും സദൃശവാക്യങ്ങളും സഭാപ്രസംഗിലും ഉത്തമഗീതത്തിലും നാം കാണുന്നുണ്ട്. And you can see all those wisdom in hallelujah proverbs and ecclesiastics and some in psalms also. ആമേൻ. ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ ക്രമപ്പെടുത്താൻ തക്കണ ദൈവം നമ്മളെ സഹായിക്കുന്നു. Once we read all those wise words, hallelujah, God will help us to order our footsteps. ആമേൻ. ഇതെല്ലാം പറഞ്ഞ ശലോമോൻ ഇതില് ഒരെണ്ണമെങ്കിലും ശലോമോൻ വായിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ തന്റെ അവസാനം എത്ര നല്ലതാകുമായിരുന്നു. And we are thinking, hallelujah, if Solomon, whatever he said, if he understood and if he read it and if he hallelujah put in practice in his life, his ending would be far better than what he had. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ എന്റെ ഹല്ലേലൂയ അവസ്ഥയിൽ ശലോമോന്റെ അന്ത്യം പോലെയാകും. So if I don't practice what I am preaching, hallelujah, my ending may be like Solomon's. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ശേഷം ഉള്ളരാത്തനായി തീർന്നിരിക്കേണ്ടതിന് എന്റെ ഹല്ലേലൂയ ജഡത്തെ ആഡ്യപ്പെടുത്തി ക്രൂശിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. That's why Apostle Paul says, after preaching to others, I don't want to be a castaway, so I crucify my flesh. ആമേൻ. ഹല്ലേലൂയ. സദൃശവാക്യത്തിന് കീവേഡായിട്ടുള്ള ഹല്ലേലൂയ ആമേൻ വാക്യമാണ്, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാവുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. The key word of Proverbs is like that. The beginning of wisdom is the knowledge of God. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആ ദൈവിക ജ്ഞാനത്താൽ അല്ലാതെ കുടുംബജീവിതം ആയാലും സഭയായാലും ഏത് ഉന്നത പദവിയായാലും പ്രതാപമുണ്ടായാലും ഹല്ലേലൂയ ദൈവത്തിന്റെ ജ്ഞാനമില്ല എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പണിയുന്നതെല്ലാം ഹല്ലേലൂയ സ്തോത്രം മണൽമേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെ ആയിത്തീരും. The fear of the Lord is the beginning of wisdom. If you don't have that kind of wisdom in our life, hallelujah, whatever you are making, hallelujah, if you build your house or build your church or build your city, hallelujah, everything is like a foolish man who built his house on the sand. ആമേൻ.
ആമേൻ. നമ്മൾ ഹല്ലേലൂയ സദൃശവാക്യങ്ങൾ ഹല്ലേലൂയ വായിച്ച് ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നെങ്കിൽ അനേക അപകടങ്ങളിൽ അനർത്ഥങ്ങളാപ്പെടാതെ സൂക്ഷിക്കാൻ നിൽക്കുന്ന ഇടയായിത്തീരും. God will protect us from any kind of accidents and hallelujah problems in our life if you read the Proverbs and live accordingly. ആമേൻ. സദൃശവാക്യം 9:1 വായിക്കാം. Proverbs 9:1. ജ്ഞാനമുള്ള ഹല്ലേലൂയ സ്ത്രീയെ കുറിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. As written about the wise woman. Wisdom has built her house. She has hewn out her 7 pillars. She has killed her beast and she has mingled her wine and she has also furnished her table. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പണിത ജ്ഞാനം കൊണ്ട് പണിത വീടിന്റെ 7 തൂണുകളെ പറ്റി ചിന്തിക്കുന്ന നമുക്ക് അനുഗ്രഹമായിരിക്കും. The verse 1 says, wisdom has built her house. She has hewn out her 7 pillars. It will be better or profitable for us if you think about the 7 pillars about written here. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം സഭ നമ്മുടെ കുടുംബ ജീവിതമൊക്കെയും ഈ 7 തൂണുകളുടെ അടിസ്ഥാനത്തിൽ പണിത് കഴിഞ്ഞാൽ ഹല്ലേലൂയ ക്രിസ്ത്യാമേ നമ്മുടെ ഭാവി മുന്നോട്ടുള്ള പോക്ക് ഹല്ലേലൂയ വലിയ വിജയകരമായി തീരും. Our future will be a very blessing. Hallelujah. If we build our church and if we build our life, hallelujah, after these 7 pillars. ആമേൻ. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ജ്ഞാനമല്ല, ഉയരത്തിലെ ജ്ഞാനമാണ്. This wisdom is not from the wisdom on the earth, but this is the wisdom from above. ആമേൻ. ഇത് നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ലോകത്തിൻ്റെതായ അറിവ് കിട്ടും. And by studying in the universities and colleges, you will get hallelujah the wisdom on this knowledge from this world. ഹല്ലേലൂയ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും. And we can learn a lot of things from our experiences. ഇതൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതയാത്രയിൽ ആവശ്യമാണ്. It's all necessary in our life journey. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇത് ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല, ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. But hallelujah, the God's wisdom is not from this world, but we receive from above. ആമേൻ. ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. That wisdom we only receive from the Lord. ഹല്ലേലൂയ. അത് നമ്മൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. We need to ask God, and then God will give us that wisdom. ആമേൻ. യാക്കോബ് 1:5 പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കട്ടെ, എന്നാൽ അവർക്ക് ലഭിക്കുമെന്ന്. Book of James chapter 1 verse 5 says, if any of you lack wisdom, let him ask of God, that giveth to all men liberally and upbraideth not, and it shall be given to him. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. എത്ര ആമേൻ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ആമേൻ എല്ലാം ഹല്ലേലൂയ സ്തോത്രം എത്ര കഴിവുണ്ടെങ്കിലും ഒക്കെ ഹല്ലേലൂയ ഈ ലോകം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. The world will appreciate you if you have a lot of knowledge and hallelujah wisdom from this world. ആമേൻ. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് നാം യാചിക്കണം. But to receive the wisdom from God, we need to kneel down and ask from God. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിൽ നമുക്ക് ഹല്ലേലൂയ നിസ്സാരമെന്ന് തോന്നുന്ന പലതിനും ദൈവം ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. Yes, there are a lot of little things in this planet which God filled them with that divine wisdom. ആമേൻ. അതിന് ഉദാഹരണമായി സദൃശവാക്യം 30:24 മുതൽ 28 വരെ വായിക്കാം. Proverbs chapter 30 verse 24 to 28. There be 4 things which are little upon the earth, but they are exceeding wise. The ants are a people not strong, yet they prepare their meat in the summer. The conies are but a feeble folk, yet make their houses in the rocks. The locusts having no king, yet go they forth all of them by bands. The spider taketh hold with their hands, and is on king's palace. ആമേൻ. മനുഷ്യരുടെ നോട്ടത്തിൽ വയ്ക്കുകയും ചെയ്തതാണെങ്കിലും ദൈവം അവർക്ക് ജ്ഞാനം പകർന്നിട്ടുണ്ട്. Even though these things were very small in the eyes of people, like ants and conies and locusts and spider, but God filled them with the divine wisdom. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യന്മേൽ ദൈവം എത്രയോ ജ്ഞാനം പകർന്നിട്ടുണ്ട്. How much wisdom God has given to the human beings which we were created in the likeness and image of God. ആമേൻ. ദൈവിക ജ്ഞാനത്തിന്റെ 7 തൂണുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നത് അനുഗ്രഹമായിരിക്കും. It will be beneficial for us to learn what is the 7 pillars of wisdom. ശലോമോന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ ആമേൻ സദൃശവാക്യത്തിൽ ഈ ജ്ഞാനത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും അവ വെളിപ്പെടുത്തുന്ന അപ്പോസ്തലനായ യാക്കോബാണ്. Yes, in Proverbs, even though Solomon talks about this wisdom, hallelujah, but it is actually manifested by, hallelujah, James in his epistle. ആമേൻ. യാക്കോബ് 3:17 നമുക്ക് വായിക്കാം. James chapter 3 verse 17. But the wisdom that is from above is first pure, then peaceable, gentle, and easy to be entreated, full of mercy and good fruits, without partiality and without hypocrisy. Amen. ആമേൻ. ഇതാണ് ഉയരത്തിൽ ലഭിക്കുന്ന 7 തൂണുകൾ. These are the 7 pillars from above. ജ്ഞാനത്തിന്റെ തൂണുകളാണ്. This is the pillars of wisdom from above. ആമേൻ. ഒന്നാമത് നിർമ്മലം അല്ലെങ്കിൽ വിശുദ്ധം. First one is pure.
ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമത് സമാധാനം, Second one is holiness. മൂന്നാമത് ശാന്തത, Third one is gentleness, peace. നാലാമത് അനുസരണമുള്ളത്, And the fourth one is you be obedient. ആമേൻ. അഞ്ചാമത് കരുണയും സൽഫലവും ഉള്ളത്, And the fifth one is mercy and good fruits. ആമേൻ. ആറാമത്തെ പക്ഷപാതമില്ലാത്തത്, Sixth one without partiality. ആമേൻ. ഹല്ലേലൂയ. ഏഴാമത്തെ കപടമില്ലാത്തത്, Seventh one without hypocrisy. ആമേൻ. നമ്മുടെ ഭവനം, നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ 7 തൂണുകളുടെ അടിസ്ഥാനപ്പെട്ട് പണിതാൽ, നമ്മുടെ സഭ ഈ 7 അടിസ്ഥാനങ്ങൾ പണിതാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതവും കുടുംബജീവിതവും വിജയിക്കുകയുള്ളൂ. For a victorious hallelujah family life, victorious Christian life, for a victorious ministry or church life, hallelujah, we need to build hallelujah our personal life, our family life, our Christian life upon these 7 pillars of heavenly wisdom. ആമേൻ. ഈ തൂണുകൾ വിശുദ്ധം അല്ലെങ്കിൽ നിർമ്മലം ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കണം. And it should be pure. Our life should be pure and holy. ഹല്ലേലൂയ. വിശുദ്ധിയിലും വേർപാടിലും വേണം നമ്മുടെ ആത്മീയ ജീവിതം പണിയപ്പെടുവാൻ. We have to be separated from the world. Hallelujah. In the sinful practices, we cannot mingle with the world in all kind of things. ആമേൻ. ദൈവത്തിന്റെ വചനപ്രകാരം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ It അനുഗ്രഹമായിരിക്കും. is a blessing that we check our life. Hallelujah. Against the word of God. ആമേൻ. എന്റെ രഹസ്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. It is good to hallelujah look through your personal or secret life. Hallelujah against the word of God. ആമേൻ. എന്റെ ചിന്തയിൽ, എന്റെ പ്രവൃത്തിയിൽ, ഹല്ലേലൂയ മറ്റുള്ളവരുടെ ഇടപാടുകളിൽ ദൈവമില്ലാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. It is good to check my hallelujah, my thoughts and my words and my actions and against the word of God. Is there anything happened in my life and in my dealings with other people? ആമേൻ. നമ്മൾ നിർമ്മലരാണെങ്കിൽ നമ്മൾക്ക് ഹല്ലേലൂയ സ്വയം കാണുവാനുള്ള കണ്ണുകൾ ഉണ്ടായിരിക്കും. If we are pure, hallelujah and holy, we have the eyes to see ourselves. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അല്ലാത്തവർക്ക് ഹല്ലേലൂയ ആമേൻ സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്തവർക്കുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് അവരുടെ ആയുസ് തീർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. But hallelujah, they're not pure. Hallelujah, they're not able. They don't take time to see themselves. But they always find fault with other people and always very critical of other people. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കോലിരിക്കുക സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുന്ന ആ രീതിയായിരിക്കും അത്. Like if you have a beam in your eye and you are taking the mote out of other person's eye, that's what Jesus said. How can you see a mote in other person's eye once you have a beam in your eye? ആമേൻ. ആരെക്കുറിച്ചെങ്കിലും മുൻവിധിയും ഹല്ലേലൂയ അതുപോലെ കുറ്റം ഹല്ലേലൂയ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ആമേൻ അകം വിശുദ്ധമായിരിക്കുകയില്ല. If you are judgmental and critical of other people, hallelujah, while you yourself are not holy, hallelujah, it's not, your life is not pure and holy. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലില്ല എന്ന് പറയാം. That means we have no love of Christ inside us. ഹല്ലേലൂയ. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത വിശുദ്ധരും നിഷ്കളങ്കരും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആയി തീരേണ്ടതിനാണ് ദൈവം നമ്മെ Jesus തിരഞ്ഞെടുത്തത്. Christ chosen us out of the world to be pure and holy. ആമേൻ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പായി ദൈവം നമ്മളെ കണ്ടതാണ്. Jesus has seen us even before we were formed in the mother's womb. ആമേൻ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പലതും വേണ്ട ആമേൻ ദൈവത്തെ പിൻപറ്റിയപ്പോൾ പലതും വേണ്ട എന്ന് അവരുടെ ജീവിതത്തിൽ തീരുമാനിച്ചു. We know our forefathers they forsook a lot of things. Hallelujah. Once they decided to follow Jesus Christ. കാരണം ആമേൻ ഇന്ന് നമുക്ക് നോക്കിയ പുതിയ തലമുറയിൽ ഹല്ലേലൂയ അവർ വേണ്ടെന്ന് വെച്ചത് പലതും മുളച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And the new generation, once we can see, hallelujah, when the older generation, whatever they left, they throw like a trash, and now this new generation is taking it back. ആമേൻ. പലതും ഹല്ലേലൂയ മുറിച്ചു കളഞ്ഞത് കൊമ്പുകളായിരുന്നു. And then yes, they cut down all the branches. ആമേൻ. വേരോടെ പിഴുത് കളഞ്ഞിരുന്നെങ്കിൽ അത് ഒരിക്കലും മുളച്ചു വരികയില്ലായിരുന്നു. Yes, if they uprooted all those wrong things in our life, it would not sprout again. But they only hallelujah cut down the branches. ആമേൻ. കൊമ്പ് മുറിക്കുന്നതല്ല വിശുദ്ധി, വേരോടെ മാറ്റുന്നതാണ് വിശുദ്ധി. And if you cut down the branches, that's the holiness. But God says, if you uproot your sinful nature, if you uproot whatever the Heavenly Father did not plant, that is called holiness. ഹല്ലേലൂയ. പാപത്തെ രാഗങ്ങളോടെ നശിപ്പിക്കണമെന്നാണ് വചനം പറയുന്നത്. The word says that we have to destroy the sins with all this hallelujah lustful and temptations. നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ നമ്മുടെ വസ്ത്രം കറപുരളാതെ നമ്മൾ സൂക്ഷിക്കണം. In our Christian life, we need to keep our holy life out. That's our garment. Hallelujah. We need to keep it without spot and without blemish. എന്നാൽ മാത്രമേ നമുക്ക് വചനപ്രകാരം ഹല്ലേലൂയ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. Then only we can live a holy life according to the word of God.
ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ വിശുദ്ധി വിട്ട് മറ്റൊന്നിലേക്ക് മറ്റൊന്നിന്റെ അടിമകളാകരുത്. In our personal life and in our Christian life, we should not leave one thing and we will become slaves of other things. ആമേൻ. മത്തായിയുടെ സുവിശേഷം 5 നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് In പറയുന്നത്. Matthew chapter 5, it is written that blessed are those with a pure heart, they shall see the Lord. ആമേൻ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. Without holiness, none of us will be able to see Jesus. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. The will of God is our sanctification. ആമേൻ. രണ്ടാമത്തെ ജ്ഞാനത്തിന്റെ തൂണാണ് സമാധാനം. The second one, the pillar is called peace. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട് സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. Blessed are the peacemakers, they shall be called the sons of God. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണം? എന്ത് പറയുമ്പോഴും രാഷ്ട്രത്തോടും ദുരഭിമാനത്തോടും അത് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. We should not be angry or we should not be dealing with other people with anger. ആമേൻ. മറിച്ച് ഹല്ലേലൂയ വിനയത്തോടും സൗമ്യതയോടും ക്ഷമയോടും സാവകാശത്തോടും കൂടെ ആയിരിക്കണം. But we should be having the meekness and gentleness and patience. ആമേൻ. ദൈവം വെറുക്കുന്ന പാപമാണ് അഹങ്കാരവും നിഗളവും. God hate pride and envy. ആമേൻ. ദൈവം നിഗളകളോട് എതിർത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. God is against the people with pride. ആമേൻ. നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണം. We have to count other people better than us. ഹല്ലേലൂയ. അവരുടെ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ മറ്റൊന്നും ഹല്ലേലൂയ ഒന്നും നോക്കിയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കൾ ഹല്ലേലൂയ എല്ലാവരും ഒരുപോലെ കാണുവാനുള്ള ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഉൾക്കാഴ്ച അവർക്കുണ്ടായിരിക്കണം. Our inner eyes should be open, so we will be impartial to other people. We are not judging other people with their appearance, hallelujah, or their education. ആമേൻ. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, ഹല്ലേലൂയ നിന്റെ തിരഞ്ഞാമേൻ നിന്നെ ഞാൻ അയക്കുന്നത് ഹല്ലേലൂയ അറിവിന്റെ പൊക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേകതൈലം ഇശ്രായേലിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പ്രവാചകൻ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, നീ കാണുന്നതിനെ ഹല്ലേലൂയ അല്ല ഞാൻ നിന്നോട് പറയുന്നതിനെ നീ അഭിഷേകം ചെയ്യണമെന്ന്. When God spoke to prophet Samuel when he came with the horn of oil to the house of Jesse to anoint a king, and God said, don't look at when he came to Eliab, don't look at his height or stature. അവിടെ നമുക്ക് കാണുന്നുണ്ട് അനേക അവരുടെ മുമ്പിൽ കൂടി ഓരോ മക്കളും തന്നെ മുമ്പിൽ കൂടി ദൃഢഗാത്രന്മാർ പൊക്കമുള്ളവർ ആലയൊക്കെയും ആലയുടെ മുമ്പിൽ കൂടി കടന്നു പോകാൻ ഇടയായി തീർന്നു. Yes, in front of Samuel's eyes, he has seen 7 people handsome and good personality, and he saw kind of well fit sons of Jesse. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തരെ കാണുമ്പോഴും ഹല്ലേലൂയ ആമേൻ ശമൂവേലിന്റെ ഉള്ളത്തിൽ തോന്നി ഇവനായിരിക്കുമെന്ന്. And when he sees each person, he thought, this could be the king, this could be the king. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ കാട്ടിൽ അപ്പന്റെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന ഹല്ലേലൂയ സ്തോത്രം ദാവീദിന്റെ മേലാണ് അഭിഷേകതൈലം But ഇടുന്നത്. David, who was watching feeding the sheep of his father, God chosen him as the king, and finally this Samuel able to pour the anointing oil upon David. ആമേൻ. തിടുക്കത്തോടെ നാം ഒന്നും ചെയ്യരുത്. Don't do anything out of rush. അല്പസമയം വെയിറ്റ് ചെയ്താലും ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നാം വെയിറ്റ് ചെയ്യണം. You have to wait for the voice of God. ഹല്ലേലൂയ. എന്നാൽ രാജ്യങ്ങളെ കീഴ്പ്പെടുന്ന അഭിഷേകമുള്ളവനെ കാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. And then only God is able to bring the anointed one who is able to rule the nation. And at the selection time, he was in the wilderness. ആമേൻ. ആരെയും പുറമേ നോക്കി നാം അഭിപ്രായം പറയരുത്. Don't judge anyone by looking at the outside appearance. നമ്മുടെ വാക്കുകൾ എപ്പോഴും ഹല്ലേലൂയ കൃപയോടുകൂടി ഉപ്പിനാ രുചി വരുത്തുന്നതുമായിരിക്കണം. Our words should be gracious and seasoned with salt. ആമേൻ. യേശുക്രിസ്തുവിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ തന്നെ ഉപദ്രവിച്ചവരുടെ മുമ്പിലും ഹല്ലേലൂയ അവൻ മൗനമായിരുന്നു. If you look at Jesus Christ was quiet, hallelujah, even before the people who were attacking him. ആമേൻ. ഹല്ലേലൂയ. നാലാമത് അനുസരണം എന്നുള്ള ഗുണമാണ്. The fourth pillar is obedience. ആമേൻ. willing to yield കീഴ്പ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. Is the submission. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഹല്ലേലൂയ സ്വലോകത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ പല കുടുംബജീവനും താരുന്നത് ഹല്ലേലൂയ ആമേൻ സഭകൾ ചിതറുന്നത് ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ ഒക്കെ പിടിവാശികൾ കൊണ്ടാണ്. If you look at the world, many churches are breaking because of rebelliousness. ആമേൻ. ഹല്ലേലൂയ. കാരണം കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല. Because nobody can submit to each other. ആമേൻ. സ്വന്തം തെറ്റുകളെ ഹല്ലേലൂയ സമ്മതിക്കാൻ ഹല്ലേലൂയ തയ്യാറാകുന്നില്ല. They are not willing to agree and submit when somebody says their mistakes. ആമേൻ. പഴയ നിയമത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ ആദാം പറയുകയാണ് ദൈവത്തോട് പറയുകയാണ് ഹവ്വയാണ് കാരണമെന്ന്. And in the Old Testament we can see when God exposed Adam's sin, Adam said it's not me, it is Eve. ആമേൻ. ആമേൻ. ഹവ്വ പറയുകയാണ് പാമ്പാണെന്ന്. He said it's not my problem, it's a snake. ഹല്ലേലൂയ സ്വതന്ത്രത കുറ്റം സമ്മതിക്കാതെ തലമുറ
ഉണ്ടായി ഹല്ലേലൂയ അതിലേക്ക് തലമുറയിലേക്ക് പാപം കൈമാറുകയാണ്. And none of us agree their mistakes and they bypass it to their children. എന്നാൽ പൗലോസിനെ നോക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പൗലോസോട് പറയാണ് ഏത് പാപം എടുത്താലും ആ പാപത്തിൽ ഒന്നാമനാണെന്നാണ് ആ പൗലോസോട് പറഞ്ഞത്. Paul says, I am the chief of the sinners. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചൂണ്ടിച്ച് ഹല്ലേലൂയ കാണിക്കുന്നത് തന്റെ ഹല്ലേലൂയ സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ഹല്ലേലൂയ ആരെന്നാണ്. Holy Spirit says, who can acknowledge their sins? ആമേൻ. നമ്മുടെ പാപങ്ങളെ പറ്റി നമുക്ക് ഒരു ബോധമുണ്ടോ? And do we have an awareness of our sins? ആമേൻ ഹല്ലേലൂയ. ഇല്ല എങ്കിൽ നാം ദൈവസന്നിധിയിൽ കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. If not, hallelujah, we have to pour our tears and cry in the presence of the ആമേൻ. Lord. ദൈവമേ മറന്നു കിടക്കുന്ന പാപങ്ങളെ പോക്കി അടിയെ മോചിപ്പിക്കണമേ എന്ന് ഹല്ലേലൂയ സ്വന്തം ദൈവസന്നിധിയിൽ നമുക്ക് അറിയാം. We have to cry out, Lord, hidden sins, expose it in front of my eyes, Lord, save me from the presumptuous sins. ആമേൻ. മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാനും പഠിക്കാനും ഒക്കെയും ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ സ്വന്തം ആഗ്രഹിക്കണം. Yes, you have to have a desire. You should be teachable. But God speak to you through other people. ഹല്ലേലൂയ അനുസരണം കൊണ്ടാണ് വീട് പണിയുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് വിധേയപ്പെട്ട ഭാര്യയും ഭർത്താവും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പകരുന്നത്. Yes, we submit one another, and if as a family, husband and wife together, if you come into the presence of the Lord, that's where the blessing is pouring out. ആമേൻ. ഭാര്യമാർ വചനം പറയുന്നത് ഭർത്താവിന് കീഴ്പ്പെടണമെന്ന്. And the word of God says that the wife should submit to the husbands. ആമേൻ. ഭർത്താക്കന്മാരുടെ ദൈവം പറയാണ് സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയെ സ്നേഹിക്കണമെന്ന്. God speaks to the husbands that like you love your own body, you have to love your wife. ആമേൻ. മാതാപിതാക്കളെ ഹല്ലേലൂയ മക്കൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. And the children should obey and love their parents. ആമേൻ. നിങ്ങളുടെ കഴിവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒന്നുമല്ല ഹല്ലേലൂയ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ നിങ്ങൾ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. God is only asking and looking whether you are meeting the standard of the word of God. God is not looking at your appearance or your beauty or your appearance, outward appearance. ആമേൻ. ദൈവീയ ജ്ഞാനം പ്രാപിച്ചവർ ഹല്ലേലൂയ പരസ്പരം വിധേയപ്പെടണം. And if you are full of godly wisdom, you will submit one to another. ആമേൻ. അവർ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുക്കണം. They should receive the counsel of God. വചനം അനുസരിക്കണം. You should obey the voice of God. ആമേൻ. അന്യോന്യം ബഹുമാനിക്കണം. You have to respect each other. ആമേൻ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ആലോചന ഏറ്റെടുക്കണം. You have to receive the counsel of the Holy Spirit. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. And don't grieve the Holy Spirit of God. ആമേൻ. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ പാപത്തിന്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടുകയില്ല, ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടുകയില്ല. If you obey the will of the Spirit, hallelujah, the will of the flesh will not be fulfilled in you. ആമേൻ. പൗലോസ് അപ്പോസ്തലനെ നോക്കിയാൽ ദൈവശക്തിയായി ഉപയോഗിച്ച അപ്പോസ്തലനാണ്. If you look at Paul, God used this man as a mighty man of God. ഹല്ലേലൂയ. ആമേൻ. രോഗശാന്തി സൃഷ്ടിയുള്ളവനായിരുന്നു. Yes, he had a healing ministry. ആമേൻ. അനേക സഭകൾ സ്ഥാപിച്ചവനാണ്. And he planted a lot of churches. ആമേൻ. ഹല്ലേലൂയ സ്വതന്ത്രം അവിടെ ഹല്ലേലൂയ സ്വതന്ത്രം കാണുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം അനേകം ലേഖനങ്ങൾ എഴുതാൻ ഇടയായിട്ടുണ്ട്. And God helped enabled him to write many epistles according to the Holy Spirit guidance. ഹല്ലേലൂയ സ്വതന്ത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ആസിയയിൽ നീ വചനം പ്രസംഗിക്കരുതെന്ന്. But the Holy Spirit told him, hallelujah, don't go to Asia. ആമേൻ. അവിടെ ഹല്ലേലൂയ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവോട് തർക്കിക്കാതെ അവൻ അത് അനുസരിക്കുവാൻ. And we know that hallelujah, Paul did not fight with the Holy Spirit, hallelujah, but he was submitting to the voice of the Holy ആമേൻ. Spirit. അനുസരണത്തിന്റെ ആത്മാവിനാൽ വേണം നമ്മുടെ കുടുംബജീവിതം പണിയുവാൻ. We can only build our family life by the spirit of obedience. ആമേൻ. വചനം പറയുന്നുണ്ട് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. The word of God says, hallelujah, children, you obey your parents in the Lord. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാർ കർത്താവിൽ അനുസരിപ്പീൻ. ഹല്ലേലൂയ. അമ്മയപ്പന്മാർ വചനത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കണമെന്ന് പറയുന്നില്ല. It's written in the word of that you children, you obey your parents in the Lord. But in case if the parents are away from the word of God, you don't have to listen to what they are saying against the Lord. ആമേൻ. വചനം അനുസരിക്കാനുള്ള നമ്മുടെ കയ്യടിയും പ്രാർത്ഥനയും പാട്ടും ഒന്നും ദൈവം സ്വീകരിക്കുകയില്ല. If you are not obeying, meeting the standards of the word of God, God is not pleased with your clapping your hands or speaking in tongues. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ പ്രസാദമുള്ളത് ദൈവത്തെ അനുസരിച്ചിട്ട് എന്ത് ചെയ്താലും ഹല്ലേലൂയ ദൈവം അതിൽ പ്രസാദിക്കും. God is only pleased with your worship once you are obedient to the commandments of the Lord. ആമേൻ. അല്ലേ മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള പ്രസംഗമൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. If you don't care about other people, God is not pleased with your preaching. ഹല്ലേലൂയ. വചനം അനുസരിക്കാത്തവരുടെ ചാരിറ്റി വർക്കൊക്കെയും ഹല്ലേലൂയ മനുഷ്യരുടെ മുമ്പിൽ ഹല്ലേലൂയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമായിരിക്കും. എന്നാൽ ദൈവം അത് പ്രസാദിക്കുകയില്ല. God is not pleased with your charity works, hallelujah, without pleasing God, and God is not pleased with it. ആമേൻ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ അഞ്ചാമത്തെ പില്ലറാണ് കരുണയും സൽഫലവും. And the fifth pillar is the mercy and good fruits.
ആമേൻ. ദൈവജ്ഞാനമുള്ളവരുടെ ലക്ഷണമാണ് കരുണയും ആർദ്രതയോടും കൂടിയുള്ള പെരുമാറ്റം. If you have wisdom from God, you be full of mercy and you be kind-hearted. ആമേൻ. വേദനിക്കുന്ന ഒരാളുടെ വേദനയിൽ ചേരുന്നവരായിരിക്കണം. And you should be, hallelujah, you should be rejoicing in their when they are happy times, and you should be joining with their pain when they are in pain. ഹൃദയകാഠിന്യമുള്ളവരെ സ്തോത്രം. ദൈവമേ, വചനം പറയുന്നതാല് ദുഷ്ടനും കഠിനമായ ദാസൻ എന്നാണ്. And if you have a hard-heartedness, God says you wicked and you hard-hearted man. എളിവരുടെ നിലവിളിയുടെ മുമ്പിൽ ചെവി പൊത്തിയാൽ നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം കേൾക്കുകയില്ല. If you close your ears against a person, humble man's cry, God will not answer your cry. ആരെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം നമ്മളോട് പറഞ്ഞാൽ നമ്മളെ സ്വന്തം വിഷയമായി നമ്മുടെ വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. If anybody asks you to pray for them, you have to take it as your own issue and you pray for them. അവരുടെ വേദന അറിഞ്ഞ് നാം സ്വന്തം വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം എത്രയും വേഗം മറുപടി തരും. God will answer your prayer request quickly if you take other people's issues as your own issues and pray to God. ആമേൻ. ജ്ഞാനം നിറഞ്ഞവർ ആത്മാവിന്റെ ഫലം കായ്ക്കും. And if you're full of wisdom, you will produce the fruit of the Spirit. ആമേൻ. അവിടെ സ്നേഹ, സമാധാനം, സന്തോഷം, പരോപകാരം, ദയ, ദീർഘക്ഷമ, ഇന്ദ്രിയം, വിശ്വസ്ത എന്നിവയെല്ലാം അവിടെ നിന്ന് ഉണ്ടാകുവാനൊക്കെ ഇടയായിത്തീരും. And love, joy, peace, long suffering, gentleness, meekness, kindness, goodness, self-control, all these things will be coming from the love of Christ. ആമേൻ. ആറാമത്തെ ജ്ഞാനത്തിന് തൂണാണ് പക്ഷപാതമില്ലായ്മ. Hallelujah. The sixth one is being impartial. ആമേൻ. നമുക്ക് നോക്കിയ സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും ചിലരോട് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. Once you look around, you can see some people like some other people better than others. മറ്റുള്ളവരോട് സ്വന്തം സംസാരിക്കാൻ പോലും താല്പര്യമില്ലാതെ മുഖം തിരിച്ചു കളയുന്നത് കണ്ടിട്ടുണ്ട്. But I have seen people turn their face away from some other people, which is not good. ആത്മീയ മുഖപക്ഷം കാണിക്കുവാൻ പാടുള്ളതല്ല. Should not show partiality among people. ആമേൻ. പഴയ നിയമത്തിൽ നോക്കിയ ഇസാക്കിനും റബേക്കായ്ക്കും പറ്റിയ അബദ്ധം സ്വതന്ത്രം നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. In Old Testament we can see there is a mistake done by Isaac and Rebecca, which they were partial to their children. It should not happen in our life. ആമേൻ. യേശാവും യാക്കോബും ഇസാക്കിന്റെയും റബേക്കയുടെ മക്കളാണ്. എന്നാൽ ഇസാക്കിന് യേശാവിനോടും റബേക്കയ്ക്ക് യാക്കോബിനോടുമായിരുന്നു പ്രതിപത്തി. Esau and Jacob, they were the children of same parents, Isaac and Rebecca, but Isaac loved Esau better and Rebecca loved Jacob better. ഇത് ആരംഭത്തിൽ പരിഹരിക്കാൻ കാരണം അവിടെ അവസാനത്തിൽ അത് ദുഃഖമായി തീരേണ്ടി വന്നു. Because they did not fix this problem in the beginning, and it became a grieving thing at the end. ആമേൻ. കൊരിന്ത്യ സഭയിൽ ഇത് പ്രകടമായിരുന്നു. And it was very manifested in the church of Corinth. ആമേൻ. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ, ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ എന്ന്. Some people say I am for Apollos, some people say I am for Paul. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാർ എന്ന്. Some people say we are for Peter. സ്വതന്ത്രം. ഈ കൊറോണ കാലഘട്ടത്തിലും ഇതിനൊരു വ്യത്യാസം ഉണ്ടായോ? And even in this corona season, is there any change in your life? ആമേൻ. ഡോക്ടർമാർ വിചാരിച്ചോ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എയർപോർട്ടുകളിൽ ചെല്ലുമ്പോൾ തങ്ങളുടെ ടെമ്പറേച്ചർ നോക്കുന്ന അവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന്? The doctors think that your temperature will be checked in the airport by their securities. ആമേൻ. ലോകത്തിന്റെ ഗതികൾ മാറിപ്പോയി. And the things of this world is completely changed. അതല്ലേ കൊറോണ നമ്മളെ പഠിപ്പിച്ചത്. That's what corona taught us. സ്വന്തം ആത്മീയ കോളത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോട്ടു സഹോദരനോട് മുഖത കാണിച്ചില്ലേ? And did we show partiality towards our own brothers? ഒരേ അപ്പത്തിന്റെ അംശങ്ങളായിരുന്നവരോട്, ഒരേ ആത്മാവിൽ ആരാധിക്കുന്നവരോട് വേർതിരിവ് കാണിച്ചതുകൊണ്ട് അടുത്തിരിക്കാൻ കഴിയാതെ അകലം വെച്ചില്ലേ? Did we keep a distance between our brothers and sisters by showing partiality? ആമേൻ. യേശുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞാൽ സ്വതന്ത്രം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് നമ്മൾ പേർ പറയുന്നുണ്ട്. Yes, we are saying we are redeemed by the blood of Jesus Christ and we are on the side of Jesus Christ. ആമേൻ. നമ്മളെല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശങ്ങളാണ്. Yes, we are the partakers of one bread. ഒരേ ആത്മാവിൽ ആരാധിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. We are worshiping in one spirit and we have a same goal and we all running towards one goal. ആമേൻ. സ്വർഗ്ഗം നമ്മളോട് ഒരു മുഖപക്ഷവും കാണിച്ചില്ലല്ലോ. And the heaven was impartial to us. സകല ഗോത്രങ്ങളും വംശങ്ങളും സകല ജാതിയിൽ നിന്നും ദൈവം നമ്മളെ വീണ്ടെടുത്തത്. God redeemed us from every nation, every tribe, every creed and every part and corner of the earth. ആമേൻ. എല്ലാ ധനത്തെയും നിങ്ങളെയും നേടുവാൻ സ്വർഗ്ഗ മഹിമ വെടിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങി വരുവാൻ തക്കനിടയായി. Jesus Christ stripped of his glory from heaven and he came down to the earth, to win you and me. ആമേൻ. ദൈവത്തിൽ ദൂരസ്ഥരായിരുന്ന നമ്മെ ഇസ്രായേൽ പൗരത്തോട് ബന്ധമില്ലായിരുന്നു നമ്മളെ യേശുക്രിസ്തു സമീപസ്ഥരാക്കി മാറ്റി. And God made us closer to Father, who we were once, away from the commonwealth of Israel, and we had no relationship with the God. പാപത്തിൽ മുങ്ങിക്കിടന്ന എന്നെയും നിങ്ങളെയും യേശു
യേശുക്രിസ്തു ഹല്ലേലൂയ വിമുക്തമായി വിശുദ്ധനാക്കിയില്ലേ? Jesus Christ redeemed us and He made us holy. Hallelujah. Because once we were covered by the sin. ആമേൻ. യഹൂദ ഗോത്രത്തിൽ പ്രകാരം നമ്മെ മക്കളും ആവാമേ മകനും മകളും ആക്കിയില്ലേ? Yes, we were not Jews, but God, hallelujah, called us sons and daughters. ആമേൻ. ഏഴാമത്തേതാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവസാനത്തെ കപടമില്ലാത്തത് ഹല്ലേലൂയ വിത്തൗട്ട് ഹിപ്പോക്രസി. Seventh pillar is without hypocrisy. ആമേൻ. ഹല്ലേലൂയ കപടമില്ലാത്തതായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം. Our Christian life should be unfeigned. ഹല്ലേലൂയ നേർക്ക് ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ശക്തി ഇല്ലാത്തവരാണെന്ന് Many people they look godly but they have no power of godliness. ആമേൻ. അനേകർ അഭിനയിക്കുകയാണ്. Many people are pretending that they are godly. ആമേൻ. ഹല്ലേലൂയ യേശു തന്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും ഗുരുക്കന്മാരും പരീശന്മാർക്കും നേരെയാണ്. Jesus rebuked publicly, hallelujah, the scribes and Pharisees and hypocrites. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ തുറന്നു നോക്കിയാൽ 5 ഭർത്താക്കന്മാരുണ്ട്. സ്ത്രീയോട് പോലും ദൈവത്തിന് കരുണ തോന്നി. And Jesus even showed mercy to the Samaritan woman who had 5 husbands. അവൾക്ക് പാപമോചനം കൊടുത്തവനാണ് നമ്മുടെ ദൈവം. And God even forgave her sins. ആമേൻ. ചുങ്കക്കാരും പാപികളും യേശുവിന്റെ അടുക്കൽ കടന്നു. അവരുമായി യേശു ഭക്ഷണം കഴിച്ചു. And the tax collectors and sinners they came to Jesus Christ and Jesus had a meal with them. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. യേശു വിരൽ ചൂണ്ടിയത് കപടഭക്തിക്കാരുടെ നേരെയാണ്. But Jesus pointed fingers and harshly rebuked the hypocrites. ആമേൻ. കാരണം അവിടെ പുറമെ വിശുദ്ധിയുടെ പരിവേഷവും അകമേ കറ പിടിച്ച അവസ്ഥയായിരുന്നു. Because outside they look so holy and inside they are like white costumes. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ജ്ഞാനിയായുള്ള ഒരു വീട് പണിതു, അതിന് 7 തൂണുകളുണ്ട്. And the wise Solomon says the wise woman she built a house and it has 7 pillars. ആമേൻ. 1 കൊരിന്ത്യർ 1:30 വായിക്കാം. 1 Corinthians 1:30. And of him are ye in Christ Jesus, who of God is made unto us wisdom and righteousness and sanctification and redemption. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഉയരത്തിലെ ജ്ഞാനം എന്ന് പറയുന്നത് യേശു സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. And the wisdom from above is real Jesus Christ. ആമേൻ. യേശു ക്രിസ്തുവിലാണ് 7 തൂണുകളും ഹല്ലേലൂയ സകല സർവ്വസമ്പൂർണ്ണ ദേഹരുമായി വസിക്കുന്നത്. In Jesus Christ is the fullness of glory. Hallelujah. Dwell in all wisdom. ആമേൻ. യേശുവാണ് ജ്ഞാനം. And Jesus Christ is the wisdom. തന്നെ ശകരിച്ചിട്ട് പരിശോധിക്കാതെയും കഷ്ടമനുവദിച്ചിട്ട് വിഷണം പറയാതെ രോഗം കത്തിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന യേശുവിന്റെ ജ്ഞാനമാണ് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ നിർത്തിയത്. Jesus Christ is full of wisdom and he did not rebel against those people who rebelled him, and he kept quiet on those people against in front of those people like a sheep to the shearer. നിങ്ങൾ ആ യേശുവിലേക്ക് നോക്കൂ. We need to look at this Jesus. ആമേൻ. ഹല്ലേലൂയ. ഹീബ്രു 1:3 ഹല്ലേലൂയ നാം തുടക്കത്തിൽ വായിച്ച ഭാഗം ഒന്നുകൂടി വായിക്കാം. Hebrews chapter 1 verse 3. നമ്മൾ സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലന്മാരും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. He said 3 verse 1. Who being 1 verse 3. Who being the brightness of his glory and express image of his person, and upholding all things by the word of his power, when he had by himself purged out our sins, sat down on the right hand of the majesty of God. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ തന്റെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. Who being the brightness of his glory and express image of his person, അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. and upholding all things by the word of his power, when he had by himself purged our sins, sat down on the right hand of the majesty on high. And this the brightness of God's glory came down to redeem you and me from our sins. മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി മാറി. And he became obedient to the death on the point of death on the Calvary cross. ആമേൻ. ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് ഹല്ലേലൂയ കഷ്ടങ്ങളാൽ അവൻ അനുസരണമുള്ളവനായി മാറി. And book of Hebrews says by his suffering which he went through, he became a captain of salvation. ആമേൻ. ഹല്ലേലൂയ. അനുസരണത്തിന്റെ പൂർണ്ണ ഹല്ലേലൂയ ഉത്തരം യേശുവിൽ കണ്ടു. The completeness of obedience we have seen in Jesus Christ. ആമേൻ. ന്യായപ്രമാണം പുറത്താക്കി കളഞ്ഞ കുഷ്ഠരോഗികളെ ഹല്ലേലൂയ അവൻ സൗഖ്യമാക്കി. And he healed the lepers which the Old Testament, the law, pushed them out. അവരോട് ദൈവത്തിന്റെ മനസ്സിലുണ്ടായി. And Jesus felt compassion towards the lepers. ആമേൻ. ഹല്ലേലൂയ. മാനവജാതിയുടെ മുഴുവൻ പാപങ്ങൾ പ്രായശ്ചിത്തമായി തന്നെത്താൻ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തവനാണ് നമ്മുടെ യേശു. And Jesus Christ as a propitiation of our sin, and he put himself on the Calvary cross. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ന്യായാധിപതിയായ പിലാത്തോസോട് പറയുകയാണ്, ഞാൻ ഇവനിൽ ഒരു കുറവും കാണുന്നില്ല. And Pilate says, I see no fault in him. ആമേൻ. ചാട്ടവാറുകൾ കൊണ്ടടിച്ച് ശതാധിപൻ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം ഇവൻ നീതിമാനാണെന്ന്. The centurion who beat him up with the whip, hallelujah, then this centurion says, I see no fault in him.
30 വെള്ളിക്കാശ് കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദാ പറയുകയാണ്, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു. Judas says after betraying him for 30 pieces of silver, he says, yes, I betrayed the innocent blood. ആമേൻ. യേശുക്രിസ്തുവിനോട് ക്രൂശിൽ ഹല്ലേലൂയ ആമേൻ ക്രൂശിക്കപ്പെട്ട കള്ളൻ പറയുകയാണ്, ഹല്ലേലൂയ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. The thief on the cross which is crucified with Jesus Christ, he says, he did not do anything which deserves him to be going through this kind of death. നമ്മുടെ ജീവിതവും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ലോകം നമ്മളെ കുറിച്ച് നല്ല സാക്ഷ്യം പറയുന്നതായിരിക്കണം. And our life should be with a great testimony from the world. ആമേൻ. സദൃശവാക്യം 9 പറയുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. Proverbs 9 says, the beginning of wisdom is the knowledge of God. ആമേൻ. സർവശക്തനെ കുറിച്ചുള്ള പരിജ്ഞാനം തന്നെ വിവേകം. And the understanding is the knowledge about the Holy One. ആമേൻ. ഹല്ലേലൂയ. യഹോവ ഭക്തിയുള്ളത് ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ സ്തോത്രം ആമേൻ പഠിക്കുമ്പോഴും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം അവർക്ക് ആമേൻ മറ്റുള്ളവരെ പോലെ അധികം കഷ്ടപ്പെടേണ്ടി വരികയില്ല. When you study and you will not be able to go through suffering like other people. ആമേൻ. യേശുവിനെ അറിയുന്തോറും നമ്മൾ ജ്ഞാനികളായി തീരുകയാണ്. But the more and more you come closer to Jesus Christ, coming to the wisdom of Jesus, we become more wise. ആ സങ്കീർത്തനം 19:7 വായിക്കുന്നുണ്ട്, യഹോവയുടെ വചനം അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. And Psalms 19 verse 7 says, God made the wise the simple. ആമേൻ. പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, നിന്നെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കിയിരുന്ന തിരുവചനം ബാല്യം മുതൽ നീ പഠിച്ചതുകൊണ്ട് നിന്റെ പ്രതികൂലത്തിന് മുമ്പിൽ നിനക്ക് ഉറച്ചു നിൽക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ സാധിച്ചു. Paul is speaking to Timothy, hallelujah, because you were able to stand in front of problems because you learned, hallelujah, the words which is make you worthy for your salvation. Yes, because you knew all these words, God enabled you to stand before the people. ആമേൻ. ഇളകിയാടുന്ന ആത്മീയ ജീവിതം പകൽ സമയം കരുത്തുള്ളതായി മാറട്ടെ. Our Christian life should not be shaken, but we should be steadfast in our faith. ആമേൻ. ഒരശുദ്ധനും പിശാചുമില്ലാത്ത ആമേൻ കളങ്കമില്ലാത്ത നിത്യരാജ്യത്തിൽ നമ്മെ ചേർക്കാനായി കർത്താവ് വേഗം വരുന്നു. And Jesus Christ is coming to receive us to the glorious heaven. ആമേൻ. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വിലാപമില്ലാത്ത, രോഗമില്ലാത്ത, നിന്ദയും പരിഹാസമില്ലാത്ത നിത്യത്തിൽ നമ്മെ ചേർക്കാനുള്ള സമയം ദൈവം ഹല്ലേലൂയ കടന്നു വരുവാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. The time is at hand that Jesus Christ come with the trumpet sound to receive the saints. Hallelujah. Where we going to go? The place where there is no more pain, no more suffering, no more sickness, no more aches or anything. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. And may God bless you with this verse.